തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുകയാണ്. അലക്സ് രാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, വിവരങ്ങൾ. സുഹേല, അല്പം മുമ്പാണ് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ കളക്ടറേറ്റിലേക്ക് എത്തിയത്. കളക്ടറേറ്റിൽ വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, യു ഡി എഫ് നേതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ പ്രകടനം ഒഴിവാക്കിയാണ് യു ഡി എഫ് കളക്ടറേറ്റിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ വിശദീകരണമായി പറഞ്ഞത് അത്തരത്തിൽ പ്രകടനം കളക്ടറേറ്റിനുള്ളിൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. ഡീൻ കുര്യാക്കോസ് പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പത്രികാ സമർപ്പണ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രേക്ഷകർ കാണുന്നു ഇടുക്കിയിൽ നിന്നുള്ള ഡീൻ കുര്യാക്കോസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇടുക്കിയിൽ തുടർച്ച പ്രതീക്ഷിച്ച് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കലക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, വിവരങ്ങൾ. ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി കളക്ടറേറ്റിൽ മുഖ്യവരണാധികൂടിയായ ജില്ലാ കളക്ടർക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കൾ, DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളടക്കം ഡീനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാനും കഴിയുന്നത്. ഇത് മൂന്നാം തവണയാണ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്തത്. ഇത് കൊലുമ്പൻ സ്മാരക സമിതിയിൽ പുഷ്പാർച്ചന നടത്തി അവിടെ നിന്ന് പ്രചരണ ജാഥയായിട്ടാണ് ഈ പത്രികാ സമർപ്പണത്തിന് വേണ്ടി കളക്ടറേറ്റിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ നടപടികൾ പുരോഗമിക്കുകയാണ്. അലക്സ്, വിവരങ്ങൾ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. തുടർച്ച പ്രതീക്ഷിച്ച് ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കുന്നു. കേന്ദ്രമന്ത്രിയോടൊപ്പം ഏറ്റുമുട്ടുന്നു ശശി തരൂർ. സമാനമില്ലാത്ത രീതിയിൽ ചെറിയ പ്രതിസന്ധികൾ കോൺഗ്രസിന് മുമ്പിലുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിനടക്കം ഫണ്ട് വിനിയോഗത്തിൽ വലിയ ക്ഷാമം, ഇലക്ഷൻ ഫണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം, അതിനോടൊപ്പം ഈ നേതാക്കളുടെയും താഴെത്തട്ടിലെ പ്രവർത്തകരുടെയും അടക്കമുള്ള കൊഴിഞ്ഞുപോക്ക്, അങ്ങനെ സമാനമില്ലാത്ത ചില പ്രതിസന്ധികൾ തിരുവനന്തപുരത്ത് ഇത്തവണ രൂപപ്പെട്ടിരിക്കുന്നു. അതിശക്തമായ ഒരു മത്സരം, അല്പം പ്രതിസന്ധികൾ ശശി തരൂരിന് മുമ്പിൽ ഉണ്ടെങ്കിൽ കൂടി വലിയ ശക്തമായ മത്സരം, ത്രികോണ മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കുന്നു. അലക്സാം മുഹമ്മദ്, ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായോ? അതിന് നടപടിക്രമങ്ങൾ തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ ആ നാമനിർദ്ദേശ പത്രിക പ്രാഥമികമായ ഒരു പരിശോധന ഭരണാധികാരി നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം ഒരു സത്യവാചകം ഈ സ്ഥാനാർത്ഥി ചൊല്ലേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അദ്ദേഹം ഒപ്പിട്ടതിന് ശേഷമായിരിക്കും ആ പത്രിക സമർപ്പണം പൂർത്തിയാവുക. അത് കുറച്ച് സമയം അത് പ്രോട്ടോകോൾ പ്രകാരം കുറച്ച് സമയം അതിന് വേണ്ടി സ്ഥാനാർത്ഥിക്കൊപ്പം 3-4 നേതാക്കൾ മാത്രമായിരിക്കും ഈ ഭരണാധികാരിക്ക് മുമ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രാഥമിക പരിശോധനയിൽ ആ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ആദ്യ കാഴ്ചയിൽ ഉണ്ടെങ്കിൽ അത് ആ സമയം തന്നെ തിരുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകത്ത് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തിന്റെ പലയിടങ്ങളിലും പ്രചാരണം അത് 3 മുന്നണികളും കൊടുമ്പിരി കൊണ്ട് നടത്തുകയാണ്. UDF-നെ സംബന്ധിച്ച് അതിലൊരു പ്രതിസന്ധി നേരിടുന്നത് ഈ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് അവർക്ക് കൃത്യമായി പ്രചാരണം, അതായത് ഈ ഘട്ടത്തിൽ എത്തേണ്ട പ്രചാരണം എല്ലാ വീടുകളിലേക്കും ഡോർ ടു ഡോർ ക്യാമ്പയിനുകളിലേക്കും ഒക്കെ ഈ നോട്ടീസും അതുപോലെ മറ്റ് ആശംസാ കാർഡുകളും ഒക്കെയായി എത്തുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷെ അത് 2-3 ദിവസത്തിനുള്ള അത് കവർ ചെയ്യുമെന്നും അവർ തന്നെ പറയുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് മരവിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫണ്ട് അലൊക്കേഷൻ നടക്കുന്നില്ല. താഴെത്തട്ടിൽ പ്രവർത്തകരിലേക്ക് ഈ പ്രചാരണത്തിന് ചൂടെത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന പ്രതിസന്ധികളൊക്കെ അവർ ഈ ഘട്ടത്തിൽ നേരിടുകയാണ്.